ഹായ് ആൾ. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ കുറച്ച് കിച്ചൺ ടിപ്സ് ട്രിക്സ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാം യൂസ്ഫുൾ ആവും. അപ്പോൾ ആദ്യം തന്നെ മോർണിംഗ് റൂട്ടീനാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ ദോശയാണ് ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള ദോശയിലേക്കുള്ള ചട്നിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചട്നിക്കുള്ള കടുക് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറി ലീവ്സ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് തേങ്ങയും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ദോശ ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ബാക്കി വന്നിട്ടുള്ള മാവാണ്. അപ്പോൾ ഇത് പുറത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പുളി കൂടി വരും. അപ്പോൾ ഇത് ബാക്കിയുള്ള മാവ് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമുക്ക് പുളി കൂടുന്നത് കുറക്കാൻ പറ്റും. ഇനി ഇത് ഉച്ചക്കത്തെ ചോറിലേക്കുള്ള കറിയാണ്. അപ്പോൾ ഇതൊരു വെള്ളരിക്കയും അതുപോലെ പച്ചക്കായൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ്. തേങ്ങ അരച്ചിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇനി ഇത് തേങ്ങ അരച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് വറുത്തെടുക്കണം. പിന്നെ കറിയൊക്കെ ഇതുപോലെ മൺകലത്തിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. ഇതുപോലെ മൺകലത്തിൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്കൊക്കെ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ചമ്മന്തിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഒരു പുളിച്ചമ്മന്തിയാണ്. പുളിയും അതുപോലെ അതിലേക്ക് തേങ്ങയും കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്ന ഒരു ചമ്മന്തിയാണിത്. വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ആരെങ്കിലും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ തേങ്ങ കൂട്ടിയിട്ടുള്ള പുളിച്ചമ്മന്തിയാണിത്. പിന്നെ ഉച്ചക്കൊക്കെയുള്ള ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഊണിലേക്കുള്ള തോരനാണ്. അപ്പോൾ തോരന് ചേന ഉപ്പേരിയാണ്. ഇപ്പോൾ ചേനയിലേക്ക് ഇതുപോലെ കുറച്ച് പെരിയ ജീരകവും അതുപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് പ്രോബ്ലം അല്ലെങ്കിൽ ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ജീരകം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ജീരകവും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു ജീരകത്തിൻ്റെ ടേസ്റ്റും കൂടി അതുപോലെ കറി ലീവ്സിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്, ചേന ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് എണ്ണ ആട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചെക്കിയതാണ്. തേങ്ങ വെയിലത്തിട്ട് ഉണക്കിയതാണിത്. തേങ്ങ ചിക്കിയതാണിത്. പിന്നെ കുറച്ച് കൂന്തൽ വാങ്ങിയിരുന്നു. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് ആദ്യം ഒന്ന് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴുകി നന്നായി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് വെച്ചിട്ടൊന്ന് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുകൊണ്ട് ഒരു കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കൂന്തലിന് നല്ല വേവുണ്ടല്ലോ, അപ്പോൾ ഞാൻ കുക്കറിലാണ് എപ്പോഴും വേവിച്ചെടുക്കാറുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്.
ഇനി ഇതിലേക്കുള്ള ബാക്കിയുള്ള മസാലയും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇനി അതേ കുക്കറിൽ തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. നമ്മൾ കൂന്തൽ വേവിക്കുമ്പോൾ ഒന്നെങ്കിൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുക, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുക. അല്ലാതെ കുറച്ച് ഹൈ ഫ്ലെയിം അല്ലെങ്കിൽ കുറച്ച് ലോ ഫ്ലെയിമിൽ വേവിച്ച് കഴിഞ്ഞാൽ കൂന്തൽ ഒരു റബ്ബർ പരുവത്തിലായി പോവും. അപ്പോൾ കൂന്തൽ വേവിച്ചെടുക്കുമ്പോൾ ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഉള്ളിലേക്ക് കുറച്ച് സാൾട്ട് ചേർത്ത് കൊടുത്തിരുന്നു, പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരട്ടെ. ഒന്നോ രണ്ടോ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളധികം കൂന്തൽ റോസ്റ്റാണ് തയ്യാറാക്കാറ്. കൂന്തൽ ഫ്രൈ ചെയ്തും എടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തൽ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കൂന്തൽ ബ്ലെൻഡ് ആയിട്ട് വരണം. അപ്പോൾ കൂന്തൽ ഞാൻ നേരത്തെ തന്നെ ഉപ്പിട്ട് വേവിച്ചതാണ്. അപ്പോൾ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഒരു 1-2 വിസിൽ കൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത്ര വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉച്ചക്കും അതുപോലെ രാത്രിയിലേക്കും കൂടിയുള്ള റോസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് എടുത്തത്. അപ്പോൾ ഇനി രാത്രിയിലേക്ക് ഉള്ള ചപ്പാത്തിയാണിത്. അപ്പോൾ ഇനി ബാക്കി രാത്രി ചുട്ടെടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇതുപോലെ പരത്തിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ രാത്രി ചപ്പാത്തിയും കൂന്തൽ റോസ്റ്റുമാണ്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് പുറത്ത് പോയിരുന്നു. അപ്പോൾ കുറേ കാലമായി ഒന്നൊരു ഔട്ടിങ്ങൊക്കെ പോയിട്ട്, അപ്പോൾ ജസ്റ്റ് ഒക്കെ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് എന്തെങ്കിലും ഇതൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ബേക്കറിയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ അവൽ മിൽക്കാണിത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. അതുപോലെ അവിടുത്തെ ഒരു റോയൽ ഫലൂഡയാണിത്. അപ്പോൾ കുറേ കാലമായിട്ട്
ഫലൂഡ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഡേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.